ഓട്ടോ വേൾഡ് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിൽ ഉള്ള പ്രശസ്തമായ ഓട്ടോമൊബൈൽ മ്യൂസിയമാണ് ഓട്ടോ വേൾഡ്. 19-ാം നൂറ്റാണ്ട് മുതൽ 1990-കൾ വരെയുള്ള കാറുകൾ, ബൈക്കുകൾ, സ്പോർട്സ് കാറുകൾ, ഫയർ എഞ്ചിനുകൾ, ക്യാരേജുകൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം. അതാണ് ഓട്ടോ വേൾഡ്. തനത് ബെൽജിയം കമ്പനിയായ മിനർവ, 1928-ലെ ബെന്റ്ലി, 1930-ലെ ബുഗാട്ടി മുതൽ ബെൽജിയം രാജകുടുംബത്തിൻ്റെ വകയായിരുന്ന ലിമോസിനുകൾ വരെയുണ്ട് ഇവിടെ. ഫിയറ്റിൻ്റെ നുവാവോ 500D എന്ന 1957-ൽ പുറത്തിറങ്ങിയ വിൻറ്റേജ് കാർ. ഇതാണ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ്. ചാർലി ഡി പാവ്, ഗിസ്ലൈൻ മഹി എന്നീ രണ്ട് ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റുകളുടെ കാർ കളക്ഷനിൽ നിന്നാണ് 1986-ൽ ഈ മ്യൂസിയം രൂപപ്പെട്ടത്. 2 വീലറുകളുടെയും 3 വീലറുകളുടെയും 4 വീലറുകളുടെയും ഒരു കളക്ഷൻ. ൽ പുറത്തിറങ്ങിയ ഡി ഡിയോൺ ബൗട്ടൺ, 1904-ലെ ഓൾഡ്സ് മൊബൈൽ, 1906-ലെ ലയൺ പ്യൂജിയറ്റ്, 1902-ലെ പ്യൂജിയറ്റ് ടൈപ്പ് 48, 1906-ലെ ലാക്രിയോക്സ് ഡിവാവിലെ, 1897-ലെ എൽക്കോൺ ബൊല്ലെ, 1898 മോഡൽ ക്യൂഡൽ ട്രൈസൈക്കിൾ, 1900-ലെ ജീൻ പിയറ്റ് 1C വോയിട്രേറ്റ്. ഓട്ടോ വേൾഡിൻ്റെ കൈവശമുള്ള 1000-ഓളം വാഹനങ്ങളിൽ 230 എണ്ണമാണ് ഈ ഹാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 1909-ലെ റിനോ AX, ഇതിൻ്റെ AG വെർഷൻ അക്കാലത്ത് പാരീസിലും മറ്റും ടാക്സിയായി ഉപയോഗിച്ചിരുന്നു. പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ് ഈ കാറുകളിൽ പലതും. പഴയ കാഡിലാക്കാണ് ഈ പച്ച കാർ. ബുള്ളറ്റ് പ്രൂഫാണ്. ഫോർഡ് മസ്താങ് ഷെൽബി GT 500 ആണിത്. അതിൻ്റെ ക്ലച്ച് ട്രെമെക് TR 9070 DCT. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്: DCT എന്നാൽ ഡബിൾ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്നാണ്. ഇത് ഫോർഡ് മസ്താങ് V8 GT ആണ്. V8 എഞ്ചിനാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. V8 എന്നാൽ 8 സിലിണ്ടർ. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് V ഷേപ്പിലാണ്. ഫോർഡ് മസ്താങ് GT5 കൺവെർട്ടിബിൾ ആണിത്. മോഡൽ ബെന്റ്ലി ആണിത്. എഞ്ചിൻ റൂമൊക്കെ എന്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു. BSAയുടെ മോട്ടോർ സൈക്കിൾ 1924 മോഡൽ 350 cc ആണ്. 1929 മോഡൽ സ്റ്റുഡ് ബേക്കർ പ്രസിഡന്റ് 8 എന്ന മോഡൽ കാറാണിത്. 5398 cc, അതായത് 5400 cc എഞ്ചിനുള്ള വണ്ടി. ക്രിസ്ലർ C7 എയർസ്ട്രീം എന്ന മോഡൽ. ഫെരാറി 250 GT. ക്രിസ്ലർ വിൻസർ. സിൽവർ കോർഡ്.
അഡ്ലർ ട്രയംഫ്, ടാൽബോട്ട് ടൈപ്പ് ബി. അങ്ങനെ ഒരുപാട് വിൻറ്റേജ് കാറുകൾ. പുതിയ ഫീച്ചേഴ്സ് ഓട്ടോമൊബൈൽ വിപണിയിൽ അവതരിപ്പിച്ച വർഷങ്ങൾ. സീറ്റൊക്കെ നല്ല കണ്ടീഷനിലാണ്. ആയിരത്തി 1980 ഇറങ്ങിയ ഹോണ്ട CX500. മിനർവ ജീപ്പ്, പഴയ ബെൽജിയൻ കമ്പനിയാണ്. മൈക്രോലൈൻ ഈ കാറാണിത്. ടെസ്ല റോഡ് സ്റ്റാർ EV ആണിത്. ഇലക്ട്രിക് വെഹിക്കിളാണ്. സറോലിയ 500cc ബൈക്ക്. പഴയ ടൈപ്പ് ലീവ് സ്പ്രിംഗ് ഘടിപ്പിച്ച വണ്ടി. സ്റ്റിയറിംഗിന്റെ സംവിധാനങ്ങൾ കാണാം. സുസുക്കി GS 750. ഈ ബൈക്കുകളാണ്. മിനർവ ഫയർ എഞ്ചിനാണിത്. അതിൻ്റെ റേഡിയേറ്റർ കണ്ടോ? വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ. ബെല്ല്. ഇതാണെന്ന് തോന്നുന്നു ടാങ്ക്. ഇത് ഹോസ്. മുകളിലത്തെ നിലയിലേക്ക് കയറി. ഇതാണ് ഓട്ടോ വേൾഡ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഹാൾ. 3 നിലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ ക്യാരേജുകളാണ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുതിരവണ്ടികൾ. കുതിരകളെ ക്യാരേജുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനങ്ങൾ. ആധുനിക സംവിധാനങ്ങൾ. വാഹനങ്ങളിൽ വന്ന വർഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ലിസ്റ്റ്. 1939 ഡിലേജ് D8. പോർഷ് 911 ഹോണ്ട CB ക്ലാസിക് ബൈക്കും. ബുഗാട്ടി T57 1954 മോഡൽ. ബുഗാട്ടി ബ്രൗൺ എന്നും പറയും. മോട്ടോ ഗുസി 1100 ബൈക്കും ഷെവി ഇംബാല കാറും. ഇംബാല കാർ നമ്മുടെ നാട്ടിൽ പണ്ടേ പ്രശസ്തമാണ്.
സീറ്റുകളൊക്കെ ഇപ്പോഴും നല്ല കണ്ടീഷൻ. Citroën DS21. ഇടതുവശത്തുള്ളത് ഓഡി ആസ്റ്റെക് ആണ്. അടുത്തത് ടൊയോട്ട CHR. ആ മഞ്ഞ വണ്ടി ലെക്സസ് LC500. ലെക്സസ് ടൊയോട്ടയുടെ തന്നെ പ്രീമിയം വണ്ടികളാണല്ലോ. പെഗാസോ Z102 സ്പൈഡർ. ബിസാരിനി 5300 GT. Peugeot 405M, BMW 3 CSLM സ്പോർട്സ് കാറുകളാണ്. ആ റെഡ് കാർ പോർഷ് 996 GT3 RSR. സ്പോർട്സ് കാറിൻ്റെ എഞ്ചിൻ ആണെന്ന് തോന്നുന്നു. ഷെവർലെ കോർവെറ്റ്. ഷെവർലെ ക്രൂസ്. ഒടുവിൽ ഒരു F1 റേസിംഗ് കാറിൻ്റെ അടുത്തെത്തി. റിനോയുടെ RS28 V8 F1 കാർ. ധാരാളം വിൻറ്റേജ് കാറുകൾ ഇനിയുമുണ്ട്. സൺബീം കബ് എന്ന മോഡൽ. TOJ SC304 സ്പോർട്സ് കാറാണ്. ആ കാണുന്നതുമെല്ലാം സ്പോർട്സ് കാറുകൾ തന്നെയാണ്. പഴയ ലംബോർഗിനി എസ്പാഡ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എസ്പാഡയുടെ കൺസോൾ. ലിങ്കൺ കോണ്ടിനെന്റൽ. കാഡിലാക് സീരീസ് 75. റോൾസ് റോയ്സ് സിൽവർ റൈത്ത്. ഇനിയും ഒരുപാട് കാറുകളുടെ കാഴ്ചകൾ കാണാനുണ്ട്. സമയക്കുറവ് കാരണം വീഡിയോ നിർത്തുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരേക്കും ഗുഡ് ബൈ.